നമ്മളിവിടെ രണ്ട് അസംഷൻസ് കൺസിഡർ ചെയ്യണം. ഒന്ന്, ലെൻസിന് രണ്ട് സ്ഫെറിക്കൽ സർഫസ് ഉണ്ട്. R1 എന്ന് പറയുന്ന ഒരു സൈഡും R2 എന്ന് പറയുന്ന വേറൊരു സൈഡും. അതുപോലെ തന്നെ ഇവിടെ ഒരു സർഫസിൽ, അതായത് ആദ്യത്തെ സർഫസിൽ ഫോം ചെയ്യുന്ന ഇമേജ് ആയിരിക്കും രണ്ടാമത്തെ സർഫസിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുക. ഇത് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫിഗർ കൃത്യമായി വരയ്ക്കാനും ഡെറിവേഷൻ ചെയ്യാനും പറ്റുള്ളൂ. ഇത് ഡെറിവേഷനിലെ നമ്മുടെ ഡയഗ്രമാണ്. നമ്മളെപ്പോഴും ഏത് ഡെറിവേഷൻ ചെയ്യുമ്പോഴും അതിൽ ഡയഗ്രം ഉണ്ടെങ്കിൽ അത് ആദ്യം വരയ്ക്കുക. കാരണം ഡയഗ്രത്തിന് നമുക്ക് മാർക്കുണ്ട്. ഒരു ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ ഡെറിവേഷൻ്റെ ഫൈനൽ ഇക്വേഷൻ, ഡയഗ്രം, അതുപോലെ അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്സ്, ഇത് ഓരോ പാർട്ടായിട്ടാണ് നമുക്ക് മാർക്ക് തരിക. അപ്പോൾ ഡയഗ്രം ഒരിക്കലും നിങ്ങൾ വരയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നടുക്കിലായിട്ട് നമുക്ക് ലെൻസ് തന്നിട്ടുണ്ട്. O എന്ന് പറയുന്നത് ഒബ്ജക്റ്റും I എന്ന് പറയുന്നത് ഇമേജുമാണ്. അതുപോലെ അവിടെ UV എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. U എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും, അതായത് ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് U. അതുപോലെ ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ V എന്ന് വിളിക്കുക. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഇവിടെ ഫോമായിട്ടുള്ള ഇമേജ് ആണല്ലോ നമ്മുടെ സെക്കൻഡ് സർഫസിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അതും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ അതിന് ഞാൻ ഇവിടെ U അല്ല ഉപയോഗിക്കുന്നത്, V' എന്ന് പറയുന്ന ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ മാർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫിഗറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. നമ്മൾ ആദ്യത്തെ സർഫസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറലായിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസ് എന്ന് പറയുന്ന വേറൊരു ഡെറിവേഷൻ നിന്ന് കിട്ടുന്ന ഇക്വേഷനാണ്. ഈ ഡെറിവേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇക്വേഷൻ. ഇനി ഇവിടെ നമുക്ക് അതിൽ തന്നിട്ടുള്ള വാല്യൂസ് U എന്ന് പറയുന്നത് U തന്നെയാണ്, V എന്ന് പറയുന്നത് V' ആയി മാറും, R എന്ന് പറയുന്നത് R1 ആയിട്ട് മാറും. ഇല്ല, U എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, V ഇമേജ് ഡിസ്റ്റൻസ്, R എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിൻ്റെ സൈഡുമാണ്. ഇതൊക്കെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇക്വേഷൻ 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഫസ്റ്റ് സർഫസ് കൺസിഡർ ചെയ്ത പോലെ തന്നെ നമ്മൾ സെക്കൻഡ് സർഫസും കൺസിഡർ ചെയ്യും. സെക്കൻഡ് സർഫസിൽ പാസ് ചെയ്യുന്നത് ഡെൻസർ എന്ന റെയറിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇക്വേഷൻസിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇതും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ഇക്വേഷനിൽ നിന്ന് കിട്ടിയതാണ്, വേറൊരു ഡെറിവേഷനിൽ. ഈ ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് നമ്മൾ നേരത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടുത്തെ U എന്ന് പറയുന്നത് V', V എന്ന് പറയുന്നത് V തന്നെയാണ്, R എന്ന് പറയുന്നത് R2 ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ 2 കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഇക്വേഷൻ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുകയാണ് ഞാൻ. ആഡ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ലെഫ്റ്റ് ഹാൻഡ് ആഡ് ചെയ്തു. പ്ലസ് ടേമും മൈനസ് ടേമിനെയും ഞാൻ ക്യാൻസൽ ചെയ്ത് കളയാണ്. ഒരേ സൈഡ് ഒരേ ടേം വേറെ വേറെ സൈനിൽ കിടക്കുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഇക്വേഷൻ കോമൺ ടേംസിനെയൊക്കെ പുറത്തെടുത്ത് ഫൈനലായിട്ടൊരു ഇക്വേഷൻ 3 എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1/v - 1/u = n2 - n1/n1 × 1/r1 - 1/r2. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രാക്കറ്റും മൈനസും പ്ലസൊന്നും ചിഹ്നമൊന്നും മാറാൻ പാടില്ല. നിങ്ങളിത് എല്ലാ ഡെറിവേഷൻസും ചെയ്യുന്ന സമയത്ത് എഴുതി തന്നെ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് തെറ്റാതെ ചെയ്യാൻ കിട്ടുള്ളൂ. നമുക്ക് അവസാനം കിട്ടിയ ഇക്വേഷൻ 3ൽ ഞാൻ U എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ടും V എന്ന് പറയുന്നത് F ആയിട്ടും അസ്യൂം ചെയ്യുകയാണ്. അതൊരു കണ്ടീഷനൊന്നുമല്ല, നമ്മളതങ്ങനെ അസ്യൂം ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ഇക്വേഷൻ 4 കിട്ടും. അതിൽ 1/∞ എന്ന് പറയുന്നത് 0 ആയി പോവും. അതുകൊണ്ടാണ് അവസാനത്തെ ഇക്വേഷനിൽ ആ ടേം ഇല്ലാത്തത്. അപ്പോൾ ഈ 4 എന്ന് പറയുന്ന ഇക്വേഷൻ കൂടി നമുക്ക് കിട്ടും. നേരത്തെ കിട്ടിയ ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ഉം നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടിലും ഒന്നാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വലാണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ 1/f = 1/v - 1/u എന്ന് കിട്ടും. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്.